അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല എന്നുള്ളത്. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന ഒരേ പോലെയാ. പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ആ ഭൂരിപക്ഷത്തിലും നമ്മൾ കണ്ടതാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു, നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ തയ്യാറാവണം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അത് വാശിയേറിയ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചിടത്തുനിന്ന് പരാജയപ്പെടുമെന്നൊരു ഘട്ടം വന്നപ്പോൾ എന്തൊക്കെയാ ഞങ്ങൾക്കെതിരെ പറഞ്ഞ് എന്നുള്ളത് ആരും മറന്നിട്ടില്ല. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, സന്തോഷം ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സജീവ അടിമുടി CPM പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട്. ഇനി നീ എങ്ങാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്, പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. എന്നെ തേജോവധം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങിയാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം ബൂമറാങ്ങായിട്ട് വരുവുള്ളൂ അവർക്ക്. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇതെല്ലാം ബൂമറാങ്ങായിട്ട് വരുവുള്ളൂ അവർക്ക്. കോടതി സത്യം പറഞ്ഞ ചെവിക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ലതികയോട് ഞാൻ ചോദിച്ചു, എന്തിനാണത് ഷെയർ ചെയ്തത്? തിരുമേനി ഒരു വേണ്ടി മറ്റേടത്ത് വർത്താനം പറഞ്ഞില്ലേ? ഇത്ര നേരമൊന്നുമല്ലല്ലോ പറഞ്ഞേ, ഇപ്പൊ എന്തോ പറ്റി? അല്ല, ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജനം അറിയണ്ടേ? അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ.